കുഞ്ഞിച്ചോ മിനാസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 5 എപ്പിസോഡ് 1 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു സീസൺ തൊട്ട് നമ്മുടെ ദി ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ ആർട്ട് സ്റ്റൈലിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ആ ഒരു ആർട്ട് സ്റ്റൈലൊക്കെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇനിയുള്ള വീഡിയോസ് കാണാൻ പാടുള്ളൂ. കാര്യം ആർട്ടിന് നല്ല ചേഞ്ച് തന്നെയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഒരു വലിയൊരു സിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഓരോരുത്തരുന്ന് ഒരു പൂട്ട് പൊളിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം തീരാറായിട്ടുണ്ട്. നിക്കോ, നീ ക്ലിയർ തന്നെയാണ്. പക്ഷേ ഒന്ന് പെട്ടെന്ന് വേണം കേട്ടോ. എടാ, നീ ആരെങ്കിലും വന്നുണ്ടാന്ന് നോക്കിയാൽ മതി. ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ലടാ, നിനക്ക് ഉറപ്പല്ലേ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം? അതൊക്കെ ഉറപ്പാന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അതങ്ങോട്ട് തുറക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, കണ്ട, ഇതെൻ്റെ സുപ്പീരിയർ ആയുള്ള പവേഴ്സാണ്. ഈ പവേഴ്സിൻ്റെ വേണ്ടി എല്ലാവരും മുട്ടുകുത്തിപ്പോകും. ആ ഒരു കാര്യം ചെയ്യും, നീ കുറച്ചുകൂടെ ഒച്ചത്തേക്ക് കിടന്ന് കാരണം പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അകത്തേക്ക് കയറുവാണ്. അങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്ന് കുറേയധികം കാര്യങ്ങൾ അവർ അരിച്ചു പെറുക്കുന്നുണ്ട്. ഞാനീ ചെയ്യുന്ന കാര്യം നെസസറി ആണെന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. ഒരാളുടെ നിന്ന് സ്റ്റീൽ ചെയ്യുന്നത് അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാൽ ഇപ്പം ഞാൻ സ്റ്റീൽ ചെയ്യുന്നത് റിച്ച് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ്. വേറൊന്നും കൊണ്ടല്ല, ഓർഫണേജിൻ്റെ അവസ്ഥ കുറച്ച് ദാരുണമാണ്. സോ ഞങ്ങൾക്ക് പൈസ അത്യാവശ്യം തന്നെയാണ്. ഗ്രേ, നീ റെഡിയാണോ? അതെ, ഞാൻ റെഡിയാണ്. നമുക്കങ്ങനെ പോയേക്കാം. ആ കാണിക്കുന്നതാണ് ഗ്രേ. ചുരുക്കം പറഞ്ഞാൽ ആർ തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു ചെറിയ കുട്ടിക്കാലമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിക്കോ, നിനക്ക് ഉറപ്പല്ലേ? അവൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ കൊച്ചു പിള്ളേരുടെ കയ്യിൽ നിന്ന് ഈ സാധനമൊക്കെ മേടിക്കുന്നില്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവനെ വിശ്വസിക്കുമെന്ന് പറഞ്ഞത്. അവൻ ഒരു ചോദ്യം പോലും ചോദിക്കത്തില്ല. നമ്മൾ കൊച്ചാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, അവൻ ആവശ്യമുള്ള പൈസ നമുക്ക് തരും. അങ്ങനെ അവർ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, നീ വേറൊരുത്തരും കൂടെ കൊണ്ടുവന്നോ? ആരാണ്? ഇതിൻ്റെ ഫ്രണ്ടാണോ? അതൊക്കെ അങ്ങനെയാണ്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറിയെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും നേരെ അകത്തേക്ക് കയറുവാണ്. അങ്ങനെ അകത്തേക്ക് കയറാൻ സ്ട്രോങ് ആയുള്ള ഒരു സ്മെല്ലടിക്കുന്നുണ്ട്. ഈ ഒരു സ്മെല്ല് നമ്മുടെ ഗിരിക്ക് ഒട്ടും ഇഷ്ടപ്പെടുത്തില്ല. എടാ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിന്നോ, ഞാൻ എന്തായാലും അകത്ത് പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവനവിടെ നിൽക്കുന്നുണ്ട്. ഈ ടൈമിലോട്ടെ അവിടെ കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പുള്ളി ഇവരുടെ ജെംസ് ഒക്കെ അങ്ങനെ എക്സാമിൻ ചെയ്യുവാണ്. ഈ ടൈമിലാണ് ഗിരിക്ക് ഒരു ചെറിയൊരു മാനുവൽ കിട്ടുന്നത്. അല്ല, ഇത് കീയുടെ മാനുവൽ അല്ലേ? അങ്ങനെ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അല്ല, നീ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് അല്ല കണ്ടുപിടിച്ചോ? എൻ്റെ പൊന്നി ചേർക്കാം, നീ എന്നെ പേടിപ്പിക്കല്ലേ? ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. നിനക്ക് ബുക്ക് വേണമെങ്കിൽ നീ അത് എടുത്തോ കേട്ടോ. എന്തായാലും ഇവിടെ ആർക്കും വായിക്കാനും അറിയാമല്ല, അത് വായിക്കാനും പോകുന്നില്ല. ചുമ്മാ ഇരുന്ന് പൊടി പിടിക്കുവാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അത് കേൾക്കാൻ നേരത്ത് അവർ ഹാപ്പി. എന്നിട്ട് അവന്മാർ പുറത്തേക്ക് പോകുവാണ്. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അല്ല നിക്കോ, ഇതെല്ലാം നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളായിരുന്നല്ലോ. നീ എന്തിനാണ് എന്നെ കൂടെ വിളിച്ചത്? അത് പിന്നെ ഒന്നുമില്ലെങ്കിലും നിനക്ക് 2 ബുക്കും കൈ കിട്ടിയില്ലേ, അതുകൊണ്ട് ഇത് കുറച്ച് ഡിസർവിങ്, അതുപോലെ ഫണ്ണും അല്ലേ. അതൊക്കെ അവിടെ കിട്ടെ. പക്ഷേ അവന്മാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സ്മോക്ക് ഷോപ്പിലുള്ളതല്ലേ? അതെ, ഒരു കാര്യം ചെയ്യ്, നെക്സ്റ്റ് അലയിൽ നേരെ റൈഡിലേക്ക് ചാടിക്കോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അവന്മാർ ദൂരത്തേക്ക് ഓടുന്നതാണ്. രണ്ടുപേരും അത്യാവശ്യം ദൂരത്തേക്ക് തന്നെ ഓടുന്നുണ്ടായിരുന്നു. ആർത്തട്ടെ പെട്ടെന്ന് ഒരു വലിയൊരു മതിൽ ചാടി കിടക്കുകയും ചെയ്യും. നിക്കോട്ടെ അത് ചാടാൻ നോക്കുന്നുണ്ടെങ്കിൽ അവൻ താഴെ വീഴുകയും ചെയ്യും. എന്നിട്ട് അവന്മാർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുവാണ്. ഈ ടൈമിൽ തന്നെ രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ട്. പെട്ടെന്നായിരുന്നു അവൻ ചാടി വന്നിട്ട് പറയുന്നത്, കെട്ടിയാടാ നിന്നേക്ക. അവർ രണ്ടുപേരും ശരിക്കും പേടിച്ചു പറിച്ചു. എന്നാൽ കറക്റ്റ് സമയത്ത് ഗ്രേ നിക്കോനെ വിളിച്ച് നേരെ ബാക്കിലേക്ക് ഇടും. അതുകൊണ്ട് തന്നെ അവനെ പിടിക്കാനും പറ്റില്ല. നിക്കോ, ഓടാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് അവനായിട്ട് ചാടി അവൻ ആ കയ്യിലിരുന്ന ആ ഒരു വടി കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നിക്കോ നേരത്തെ താഴെ വീണുകൊണ്ട് തന്നെ അവന് ഓടാൻ പറ്റുന്നില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ഗ്രേ ആട്ടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സാധനം പൊക്കിയിട്ട് പറയും ചെയ്യും, നായ്ക്കളെ, നിനക്കൊക്കെ ഇതല്ലേ വേണ്ടത്, വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് നേരെ ഒരു സ്ഥലത്തേക്ക് ഓടുവാണ്. ഈ ഓടുന്ന വഴിയാണ് അവൻ ആ ഒരു കാഴ്ച കണ്ടത്. മുകളിലാട്ടെ ഭിത്തിയിൽ ചെറിയൊരു ആണിയിരിപ്പുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവനോടെ നിന്നു. എന്നിട്ട് അവനെ പിടിക്കാൻ വന്നപ്പോൾ താഴെ ഉണ്ടെന്ന ഒരു ക്യാൻ എടുത്ത് അവൻ്റെ എതിരാളിയുടെ നേരെ അടിച്ചിട്ടിട്ട് അവൻ്റെ മുതുകത്തി ഔട്ട് നേരെ മുകളിലേക്ക് ഒറ്റച്ചാട്ടം ചാടി ആ ഒരു വലിയൊരു ആണി എടുത്തിട്ട് നേരെ താഴത്തേക്ക് വന്ന് വീണിട്ടുണ്ട്. ഈ സമയത്ത് അവന്മാരെ പിടിക്കാമെന്ന് പറയും ചെയ്യും, കൊച്ചുകുരിപ്പേ, നീ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ ഗ്രേ കറക്റ്റ് ടൈമിൽ അത് ഡോഡ്ജ് എന്ന് പറയും. ആ ഒരു ആണി ഉണ്ടല്ലോ അത് കയ്യിൽ വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കി ഒരു കിടിലം പഞ്ച് ചെയ്യുന്നുണ്ട്. ആ പഞ്ച് ചെയ്തപ്പോൾ അവൻ്റെ കണ്ണും പൊട്ടുകയും ചെയ്യും. ആ ഒരു ടൈമിൽ തന്നെ അവർക്ക് ഗ്യാപ്പ് ഇതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഓടി ഇവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ദൂരം ഓടുകയും ചെയ്തു. മഴയൊക്കെ പോയി അവൻ ആകെപ്പാട് നനഞ്ഞ് കുളിച്ചിരിക്കുവാണ്. നിനക്ക് ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്തിനാണ് നിന്നെ വിളിച്ചതെന്ന്? ഗ്രേ, നിനക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ടാലൻ്റാണ്. നീ ഫൈറ്റ് ചെയ്യുന്നത് ഒരുമാതിരി രാജാക്കന്മാരെ പോലെയാണ്. അതെന്താണെന്നറിഞ്ഞൂടാ, പക്ഷേ ആ ഒരു ടൈമിൽ എല്ലാം ഭയങ്കര സ്ലോ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ ഡിഷസ് ഒക്കെ താഴെ വീഴാൻ പോയപ്പോൾ നീയല്ല എല്ലാം കൂടെ കയറി പിടിച്ചത്. അല്ല, അതും ഈ ഫൈറ്റ് തുടങ്ങിയിട്ട് എന്നാ വെന്തിരിക്കുന്നത്, അതൊക്കെ നിനക്ക് മനസ്സിലാക്കിയോളൂ. ഒരു കാര്യം ചെയ്യ്,
ബാ ആരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് പതുക്കെ മുകളിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ആ ഒരു ഓർഫനേജിലേക്ക് പതുക്കെ കയറുവാണ്. പെട്ടെന്ന് ഗ്രേയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വരിക. അപ്പം തന്നെ നിക്കോ തിരിഞ്ഞിട്ട് പറഞ്ഞു, എടാ മിണ്ടല്ലേടാ, അവർ കേൾക്കും. ആ ടൈമിലാണ് താഴ്ത്തുനിന്ന് ആ ഒരു സൗണ്ട് കേട്ടത്. ഗ്രേ, നിക്കോ എത്ര പെട്ടെന്ന് ഇവിടേക്ക് പോവാ. ആ അതേ വരുന്ന ഹെഡ് മാസ്റ്റർ. കോപ്പ് അവളെങ്ങാനും കണ്ടുപിടിച്ച് കാണുമോ? അതെന്ന് പറഞ്ഞോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അന്നേരം അവിടേക്ക് പോവാം. പുള്ളിക്കാരി ഒരു സോർസറല്ലേ, ചിലപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞ് അവിടേക്ക് ചെന്നപ്പോഴാണ് ഗ്രേ ശരിക്കും ഞെട്ടിയത്. ആ ടൈമിൽ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ദേ ഇവളെ മേടിച്ചതോ? ഇവളുടെ പേര് സിസിലിയ എന്നാണ്. ആൻഡ് അവൾ നിങ്ങളുടെ സെയിം ഏജ് തന്നെയാണ്. അവിടെയായിട്ട് ഒരു പെങ്കൊച്ചിരിപ്പുണ്ടായിരുന്നു. നിങ്ങളെന്തായാലും ഇവളായിട്ട് നല്ല ഫ്രണ്ട്സ് ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ആർത്തർ കണ്ണ് തുറക്കുന്നത്. അവനോട്ടെ എഴുന്നേറ്റിരുന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ തന്നെ സിൽവിയ ഉണ്ടായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നു. ഞാൻ കുറച്ചധികം നാളെ എൻ്റെ പ്രീവിയസ് ലൈഫ് സ്വപ്നം കണ്ടിട്ട്. എന്നിട്ട് അവൻ പുറത്തേക്ക് നോക്കിയിരിക്കുവാണ്. പെട്ടെന്നായിരുന്നു ഒരു നോക്ക് കേൾക്കുന്നത്. സാർ, ലൊക്കേഷൻ ഫൈനലൈസ്ഡ് ആയിട്ടുണ്ട്. ക്യാമറ റിവ്യൂ ചെയ്യാൻ താങ്കളുടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പറഞ്ഞു. പ്രിപ്പറേഷൻസോ? ആ ടൈമിൽ 3 പെമ്പിള്ളാർ അവിടേക്ക് കയറി വരും, 3 മെയ്ഡ്സ്. അത് കഴിയാൻ നേരത്ത് സില്ലി ചോദിക്കുന്നുണ്ട്, ഇവരെല്ലാവരും യങ്ങാണ്. അല്ല, നിനക്ക് ഇത്ര ഫാൻസി ഉണ്ടോ? ഒന്നുമില്ലെങ്കിലും പ്രിൻസസ് ഉള്ളതല്ലേ? ഡി ബാക്കിയുള്ള ഫ്രണ്ട് വെച്ച് ഞാൻ നിന്നെ തല്ലത്തില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ, എൻ്റെ ഇന്ന് മേടിക്കലെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും മുന്നിലേക്ക് നടക്കുവാണ്. ആ ടൈമിലാണ് ആർത്തൻ്റെ ആ ഒരു പുതിയ ലുക്ക് നമ്മൾ ശരിക്കും കാണുന്നത്. ആ ടൈമിൽ തന്നെ ഇവർ ഞാൻ പറയുകയും ചെയ്യും, നിന്റെ ഈ ഔട്ട്ഫിറ്റ് എന്തായാലും കൊള്ളാം കേട്ടോ, എന്തായാലും ടെസ്റ്റിന് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ പറയുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യും, ആദ്യം ഈ ഡിസൈനൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തയ്ക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഈ ടൈമിലാണ് നമ്മുടെ അൽനീർ പറയുന്നത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കെന്തായാലും മുന്നിലേക്ക് നടക്കാം. പിന്നെ കാണിക്കുന്നത് അവർ 3 പേരും കൂടെ മുന്നിലേക്ക് നടക്കുന്നതാണ്. വീറിയൻ എന്തായാലും ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഡയറക്ടർ ഗുഡ്സ്കയുടെ മരണത്തിന് ശേഷം. പക്ഷേ അവൻ സ്ട്രോങ്ങറാണ്. എങ്കിൽ കൂടിയും എനിക്കിപ്പോഴും മനസ്സിലാത്തത് എങ്ങനെയാണ് വിട്രയ്ക്ക് ഡയറക്ടർ ഗുഡ്സ്കനെ കിട്ടിയെന്നാണ്. ആ ഒരു കാര്യം എനിക്കിപ്പോഴും വിടാൻ സാധിച്ചിട്ടില്ല. വീറിയൻ്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആർത്തർ, നീ റെഡിയല്ലേ വിട്രയുടെ റെപ്രസെൻറ്റേറ്റീവിനെ കാണാനായിട്ട്? റെഡിയല്ലേ എന്നാ? അത് ഞാൻ താങ്കളോടല്ലേ ചോദിക്കേണ്ടത്? ഡയറക്ടറിനെ കൊന്നത് അവരുടെ കൂട്ടത്തിലുള്ളവരല്ലേ? സോ അതിൻ്റെ ഉത്തരം അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് തിരിച്ച് സേഫായിട്ട് വരേണ്ട കാര്യത്തിലാണ്. നീ എങ്ങനെ സേഫായിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ എന്നെ കൊല്ലുമെന്ന് നിനക്കറിയാലോ. ആ ടൈമിൽ തന്നെ അവൻ പറയുകയും ചെയ്യും, അതിനു മുമ്പ് അവൾ എന്നെ കൊല്ലും. അതുകൊണ്ട് മര്യാദക്ക് ആദ്യം നമുക്ക് തിരിച്ചു വരാനായിട്ട് നോക്കാം. ആ ടൈമിൽ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ റെഡിയല്ലേ? അതേന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും താഴത്തേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. ഈ സമയം ആർത്തറും സിൽവയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ താഴത്തേക്ക് ചാടി. അവർ രണ്ടുപേരും ഒരു ഗോളത്തിൽ നിൽക്കാൻ നേരത്ത് പെട്ടെന്നായിരുന്നു ഒരു വലിയൊരു ഷാഡോ ആ ഗോളത്തിന്റെ മുകളിൽ വന്ന് പതിച്ചത്. അത് നമ്മുടെ ആർത്തറിന്റെ സിൽവിയുടെ രൂപമായിരുന്നു. സിൽവിയുടെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവർ നേരെ മുന്നിലേക്ക് പറക്കുന്നതാണ്. ഈ സമയത്ത് തന്നെ ആർത്തറിന്റെ മനസ്സിൽ കുറേയധികം കാര്യങ്ങൾ പോകുന്നുണ്ട്. ആർത്തർ, നീ ഓക്കെ അല്ലേ? സിൽവി, ഞാൻ ഓക്കെ തന്നെയാണ്. പക്ഷെ നീ എന്നെ പേര് കൂട്ടി വിളിക്കുന്നത് അത് മാത്രമാണ് എനിക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഡ്രാഗൺസിന് നല്ല ഡിഗ്നിറ്റി ഉണ്ടെന്ന്, അതൊരിക്കലും കളയാൻ പാടില്ലെന്ന്. നിന്റെ ഗ്രാൻഡ് ഫാദർ ശരിക്കും നിന്നെ ചീത്തയാക്കിയല്ലേ? എപ്പിയതീസിലെ ട്രെയിനിങ് കഴിഞ്ഞ് ലോർഡ് ഇന്ദ്രജിത്ത് എന്നെ ഒന്നുകൂടെ വിളിച്ചിരുന്നു. ഞാൻ ആലോചിച്ചത് സർപ്രൈസ് എല്ലാം തീർന്നതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഉണ്ടായത്. അവിടെയാട്ടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. തന്നെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്, ആർത്തർ, നീ എന്തായാലും എൻ്റെ വൈഫിനെ കണ്ടിട്ടുള്ളതായിരിക്കും, മിറ. ഹേ ആർത്തർ, കുറെ നാളായില്ലേ കണ്ടിട്ട്? ഈ ടൈമിൽ തന്നെ അവൻ പറയും ചെയ്യും, മിറയുടെ ഹെൽപ്പില്ലെങ്കിൽ നീ എന്തായാലും ഇവിടം വരെ എത്താൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ഗൈഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. മിറയുടെ അപ്പിയറൻസ് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ അതിൽ കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ലോർഡ് ഇന്ദ്രജിത്തിന്റെ മറ്റു കുറച്ച് വാക്കുകളായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ഒരു സമയമെല്ലാം സ്റ്റോപ്പായത്. ഞാനും ലോർഡ് ഇന്ദ്രജിത്തും അല്ലാതെ എല്ലാ സമയവും സ്റ്റോപ്പായി. എന്നിട്ട് പുള്ളിക്കാരൻ എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു, ആർത്തർ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. എന്നിട്ട് ആ ഒരു കാര്യം പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മൾ നേരെ പ്രസന്റിലേക്ക് വന്നതാണ്. വിറിയൻ പറയും ചെയ്യും, ആർത്തർ എത്താറായിട്ടുണ്ട്, നീ എന്തായാലും ഗാർഡിൽ നിന്നോ. അത് മാത്രമല്ല, നമ്മൾ സംസാരിക്കാനാണ് വന്നത്, നമുക്ക് ബാക്കപ്പ് ഒന്നും ഇല്ലല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ മെസ്സഞ്ചറായിട്ടാണ് പോകുന്നത്. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലായില്ല വിട്ര എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത്. ആഷുറസിനെ ബ്രീഡ് ചെയ്തു, മ്യൂട്ടൻസിനെ ക്രിയേറ്റ് ചെയ്തു, ഷിപ്സ്, കോപ്പ്, ഈ അഗ്രോണ, ഇതെല്ലാം എപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്തതാണ്. ഈ യുദ്ധം അവനൊരു ഗെയിം മാത്രമല്ലേ? അഗ്രോണ എന്തായാലും ഇതിൻ്റെ അത് ഡയറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും തടഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതുകൊണ്ട് അവൻ മൂവ് ചെയ്യാൻ പോകുന്നത് ഒരു ചെസ് കളി പോലെ ആയിരിക്കും. അവൻ്റെ ആൾക്കാരെ അല്ല, ചെസ് കളി പോലെയാണെങ്കിൽ ഇപ്പുറത്ത് നിന്ന് ആരായിരിക്കും ഇത് നയിക്കാൻ പോകുന്നത്? മറ്റാരാണ്? നീ തന്നെ. നീ വേണം ഇതെല്ലാം നോക്കാനായിട്ട്. കോപ്പ്, എല്ലാ ദിവസവും രാത്രികളിലും ഞാൻ ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും താഴത്തേക്ക് ഞങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ ടൈമിൽ സിൽവി പറയും ചെയ്യും, ആർത്തർ, ഞാൻ എന്തായാലും ഇപ്പം ഹിഡനായിട്ട് നിൽക്കാൻ പോകുവാണ്. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ കാണും, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് എന്നോടൊന്നും പറയലെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വീണ്ടും ട്രാൻസ്ഫോം ചെയ്ത് ആ ഒരു ഗോളത്തിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ആർത്തർ പറയും ചെയ്യും,
അവരെ കണ്ടിട്ട് ഓർഡിനറി മെസ്സഞ്ചേഴ്സ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ആ ടൈമിൽ തന്നെ 2 പേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു, 2 മോൺസ്റ്റേഴ്സിനെ പോലുള്ളവർ. അവൻ പറയുകയും ചെയ്യും, എന്നാലും താങ്കൾ ഇവിടേക്ക് വന്നതിൽ വളരെ സന്തോഷം. നമ്മളെന്തായാലും മെസ്സഞ്ചർ റോളിലാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെയും റോൾ. എൻ്റെ പേര് സ്ലിററ്റ്, ഇവൻ്റെ പേര് യൂട്ടോ എന്നാണ്. എൽഡർ, താങ്കളെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ റിട്ടേണേഴ്സ് എപ്പിയോത്തിസിലുള്ള ആശ്രസിനെ പറ്റി ഒത്തിരിയധികം കേട്ടിട്ടുണ്ട്. സോ ഇവരാണല്ലേ റിട്ടേണേഴ്സ്. താങ്കൾ താങ്കളുടെ വാക്ക് പാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യുദ്ധത്തിൽ താങ്കൾ ഒരിക്കലും കൈകടത്തുകയില്ലല്ലോ? ഒരിക്കലുമില്ല. അതുതന്നെയാണ് ഞാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വിചാരിക്കുന്നത്. അല്ല, ഈ ഒറ്റക്കണ്ണനെയും ഈ ഒരു അപ്പൂപ്പനെ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ഒരു മനുഷ്യൻ, അതും ആർത്തർ, ഇവിടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതുതന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. റിട്ടേൺസിനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവരുടെ ഫേസ് വരുമെന്നും വിചാരിച്ചില്ല. അല്ല, ക്ലാരിറ്റി പറഞ്ഞതുപോലെ ഞങ്ങൾ മെസ്സഞ്ചേഴ്സ് മാത്രമാണ്. എന്തായാലും ഇതൊരു ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ലല്ലോ നിങ്ങളെ പിടിച്ച് ടോർച്ചർ ചെയ്യാനായിട്ട്. പക്ഷെ ഉള്ളത് പറയാലോ, എനിക്കത് തന്നെയാണ് കുറച്ചുകൂടെ താല്പര്യം. ഊട്ടോ മതി. എന്താടാ, എന്തായാലും ഈ ഒറ്റക്കണ്ണിന് നമ്മളിന്ന് തൊഴാൻ പോലും പറ്റത്തില്ല. തൊടണം മാത്രമല്ല, എനിക്ക് തൊടാൻ ഒരു ആഗ്രഹവുമില്ല. നമ്മളിവിടെ ചുമ്മാ വന്നൊന്നുമല്ല. ആദ്യം നിങ്ങൾ കാര്യങ്ങൾ പറയാൻ നോക്ക്. അതെ, ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ റൂളിംഗ് ഫാമിലീസിനെ ബാക്കിയുള്ളവരെല്ലാവരെയും സറണ്ടർ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെ ബാക്കിയുള്ളവരെ എല്ലാവരും തന്നെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ കോണ്ടിനെന്റിലുള്ളത്. ഇത് കേൾക്കാൻ നേരത്ത് വിറിന് ശരിക്കും ദേഷ്യം വരികയും ചെയ്യും. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഇതാണോ നിൻ്റെയൊക്കെ ടേംസ്? ഇത് ടേംസും കോപ്പൊന്നുമല്ല. അല്ല, നീയൊക്കെ ശരിക്കും താങ്ക്ഫുൾ ആണ് വേണ്ടത്. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട. നീ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ തല പതുക്കെ അരിഞ്ഞ് കൊല്ലുന്നതായിരിക്കും. ഊട്ടോ, ഒരു തവണയോടെ ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാനത് പറയുന്നില്ല. ഈ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി വാർണിംഗ് മാത്രമല്ലേ. എന്തായാലും ഒരു വലിയൊരു യുദ്ധമല്ലേ നമുക്ക് വരാൻ കിടക്കുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് ഇവനെ മാത്രമല്ല, ഇവൻ്റെ ആ ഒരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ടല്ലോ, അവളെയും കൂടെ ഒന്ന് എൻജോയ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആർത്തറിന് ദേഷ്യം വരെ തൻ്റെ വെപ്പൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ വിറിയൻ ചാടി അവൻ്റെ മുഖത്തിട്ട് ഒരു കിടിലം പഞ്ച് ചെയ്യുകയും ചെയ്യും. അല്ലല്ലേ, അത് ചെറുതായിട്ട് ഇക്കിളെടുത്തല്ലോ. പെട്ടെന്നാണ് ആർത്തർ ആ ഒരു കാഴ്ച കണ്ടത്. അതായത് അവൻ്റെ കൊമ്പ് ഒടിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് ആർത്തറിന് ഒട്ടും തന്നെ ആലോചിക്കാൻ ഇഷ്ടമല്ലാതെ പല പല മെമ്മറീസും അവൻ്റെ ഉള്ളിലേക്ക് വന്നു. അത് നീയായിരുന്നോ? എന്നാടാ പറഞ്ഞത്? നീയാണോ ആലിയനെ കൊന്നതെന്ന്? അതൊരു ലാൻസ് ആയിരുന്നു ഡഞ്ചിൻ്റെ അകത്തുള്ളത്. അവളുടെ കൈയും കാലും എല്ലാം മുറിച്ചു മാറ്റിയിരുന്നു മരിക്കുന്നതിന് മുമ്പ്. അത് നീയായിരുന്നോ? അത് കൈയും കാലും മുറിച്ചു മാറ്റി. ഞാനങ്ങനെ കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ, നീ പറഞ്ഞു വരുന്നത് ആ സുന്ദരിയായ എലിഫാണല്ലേ? അതേടാ, അത് ഞാൻ തന്നെയെന്ന് പറയുമ്പോൾ തന്നെ നന്നായിട്ട് ദേഷ്യം വരിക. ആ സമയത്ത് യൂട്ടായിട്ട് ഒച്ചത്തിൽ ചിരിക്കുന്നുണ്ട്. പക്ഷേ വിറിയൻ കറക്റ്റ് സമയത്ത് അവനൊന്ന് പിടിക്കുകയും ചെയ്യും. ഇതിൽ കൂടുതൽ എന്തായാലും നിങ്ങൾക്കൊന്നും ഡിസ്കസ് ചെയ്യാനില്ലല്ലോ. അതോ നിങ്ങൾ ത്രെറ്റ് ചെയ്യാനാണോ ഇവിടേക്ക് വന്നത്? ഇല്ല, എന്തായാലും ഞങ്ങൾ 2 ദിവസം നിങ്ങൾക്ക് സമയം തരുന്നുണ്ട് ഡിസൈഡ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ റോയൽ ഫാമിലിയും ഡിക്കാത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരും സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഫസ്റ്റ് ആണെന്ന് ഞങ്ങൾ ചൂസ് ചെയ്യും. അല്ലെങ്കിൽ യുദ്ധം തന്നെ ആയിരിക്കും. അങ്ങനെ അതെല്ലാം കേട്ട് അവർ 2 പേരും 2 വഴിക്ക് പോയപ്പോഴാണ് പെട്ടെന്ന് അവൻ ആ ഒരു കാര്യം പറഞ്ഞത്. എടാ, ഞാനവിടെ കൊന്നപ്പോൾ അവളുടെ ഒരു നിലവിളി കേൾക്കണമായിരുന്നു, ആ ഒരു ശബ്ദം കേൾക്കണമായിരുന്നു. എനിക്ക് കൊല്ലണമെന്നുണ്ട്, പക്ഷേ കൊല്ലണമെന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ വേദനിപ്പിച്ചു, പക്ഷേ കൊന്നില്ല. അവളുടെ ആ ഒരു നിലവിളി കേൾക്കാനായിട്ട് ഈ ടൈമിൽ തന്നെ ദേഷ്യം വന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുക. ആ ഒരു അറ്റാക്ക് അവർ 2 പേരും 2 സൈഡിലേക്ക് ഡോട്ട് ചെയ്തുകൊണ്ട് ഈ ടൈമിൽ അവൻ പറയുകയും ചെയ്യും, ഇമ്പ്രസീവായിട്ടുണ്ട്. പക്ഷേ അത് അടുത്ത സെക്കൻഡിലാണ് പുറകിൽ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായത്. ഈ ടൈമിൽ ആർത്തർ പറയുകയും ചെയ്യും, ഞാൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. യുദ്ധക്കളത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണാനുണ്ടെന്നും പറഞ്ഞ് അവർ നേരെ തിരിഞ്ഞ് നടന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.